എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്കെല്ലാം നല്ല റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോ ഇടാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അറബ് ജൂതരിലെ തന്നെ ഈജിപ്ഷ്യൻ ജൂതരെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ അധികം ഒന്നും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ നേരെ വീഡിയോയിലേക്ക് പോയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൂർണ്ണമായും നമുക്ക് കിട്ടിയ റെഫറൻസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ നിന്ന് വരെ നമുക്ക് റെഫറൻസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ പൂർണ്ണമായും ഏകദേശം ചരിത്രവുമായി യോജിക്കുന്നത് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. നമ്മൾ കൂടുതലായിട്ടുള്ള ഊഹാപോഹങ്ങളൊന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഈജിപ്ഷ്യൻ ജൂതർ, അറബ് ജൂതരിലെ ഈജിപ്ഷ്യൻ ജൂതരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ജൂതമത ആരംഭത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഈജിപ്തിലെ ജൂതന്മാർക്കുമുള്ളത്. അപ്പോൾ അത്രയും പഴക്കം തന്നെ ഈജിപ്തിലെ ജൂതന്മാർക്കുണ്ട്. ജൂത ഈജിപ്തുകാർ എന്നും അറിയപ്പെട്ടിരുന്നത് ഈജിപ്ഷ്യൻ ജൂതർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റുള്ള സമൂഹങ്ങളെ അപേക്ഷിച്ച് ഈജിപ്റ്റ് എന്നത് ഒരു വികാരമായി തന്നെയാണ് ജൂതർ കൊണ്ടു നടക്കുന്നത്. അന്നും ഇന്നും അതെ. ഇസ്രയേലിലെ സൊസൈറ്റികളെ നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ ജ്യൂസിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അവിടെ നിലവിലുള്ള ഈജിപ്ഷ്യൻ ജൂതന്മാരുടെ സൊസൈറ്റി. ഈ IDFലും ഇസ്രയേൽ ഗവൺമെന്റിലും പോലും വളരെയേറെ ശക്തമായ സ്വാധീനമുള്ള ഒരു കൂട്ടരാണ് ഈജിപ്ഷ്യൻ ജൂതര്. അവരാണ് ഇന്നും ഇസ്രയേലും ഈജിപ്തും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആദ്യകാല യുദ്ധം ഉണ്ടായപ്പോഴെല്ലാം തന്നെ ഇവര് ഈജിപ്തിനെ ഒരുവിധം മധ്യസ്ഥ ചർച്ചയിലൂടെ എല്ലാം തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഈജിപ്തിലെ പ്രസിദ്ധമായ തുറമുഖ നഗരമാണ് അലക്സാൻഡ്രിയ. ഇത്രയും വലിയ നഗരത്തിൽ അവർ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും ഈജിപ്ഷ്യൻ ജൂതർ സാമൂഹിക, സാംസ്കാരിക, വ്യാപാര മേഖലയിൽ ഒരു സുപ്രധാന ശക്തിയായിരുന്നു. നിലവിൽ ഈജിപ്തിലെ ജൂത സമൂഹം 10,000-ങ്ങളായി എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകത്ത് എമ്പാടും നോക്കിയാൽ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ജൂത സ്ഥിരതാമസമാക്കിയ, അതായത് ഒരേ സ്ഥലത്ത് വസിച്ചിരുന്നത് ഈജിപ്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. അലക്സാൻഡ്രിയ മാത്രമല്ല, കെയ്റോയിലും ജൂതർ ഒരു സുപ്രധാന ശക്തിയായിരുന്നു. ഇന്നും 10,000 എന്ന് പറഞ്ഞത് ഈജിപ്റ്റ് പൗരന്മാരായിട്ടുള്ളവർ നോക്കുകയാണെങ്കിൽ, അതായത് വന്നു പോക്ക് ഇല്ലാത്തവർ നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം ഒരു 100-ൽ താഴെ 200-ൽ താഴെയൊക്കെ വരുള്ളൂ. എന്നിരുന്നാലും ഈജിപ്ഷ്യൻ ഇതായിട്ട് ജീവിക്കുന്നവർ, ഇപ്പോൾ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ബന്ധം അനുസരിച്ച് ഈജിപ്തിൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളവർ അതേ ഒരു ഇത് കീപ്പ് ചെയ്യുന്നവർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10,000-ഓളം വരും. ഈജിപ്തിലെ ജൂതരുടെ ചരിത്ര പശ്ചാത്തലം, ഈജിപ്തിലെ ജൂതരുടെ കാലഘട്ടം നമുക്കിനി അവരെ ഈജിപ്ഷ്യൻ ജൂതർ എന്ന് തന്നെയാണ് നമ്മൾ ഇനി പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുന്നത്. ഈജിപ്ഷ്യൻ ജൂതരുടെ പുരാതന പേരുകൾ അഥവാ അവരുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ബൈബിൾ കാലഘട്ടത്തിന് മുമ്പുള്ളതാണ്. ഇസ്രയേൽ ഗോത്രങ്ങൾ ഗോഷൻ ദേശത്ത് താമസിച്ച കാലത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഈ ഒരു ചരിത്രം. ഈജിപ്ഷ്യൻ അറബി സംസാരിക്കുന്ന റബ്ബാനികളും കാരൈറ്റുകളും അടങ്ങുന്നതായിരുന്നു ഈജിപ്തിലെ ജൂത സമൂഹം. കൂടാതെ അവരിൽ വന്നു ചേർന്ന സ്പെയിനിലെ ജൂതരും കൂടി ഈ ഒരു കൂട്ടത്തിൽ കൂടിയിരുന്നു. കുരിശുയുദ്ധ സമയത്ത് ലക്ഷക്കണക്കിന് ജൂതന്മാരാണ് സ്പെയിനിൽ നിന്നും ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. അന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സഹായത്തോടെ കൂടുതൽ സെഫാഡി, കരൈറ്റ വംശജരായ ജൂതന്മാർ ഈജിപ്തിലേക്ക് കുടിയേറുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1869 സൂയസ് കനാൽ തുറന്നതിന് ശേഷം വ്യാപാര സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട്. അതോടുകൂടി അവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും, ഇറ്റലി, ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്നും കൂടിയുള്ള ജൂതന്മാർ ഈജിപ്തിലെ പ്രധാന നഗരങ്ങളിൽ താമസമാക്കുവാൻ തുടങ്ങി. ഐക്യത്തോടെയുള്ള ആ ഒരു താമസവും കച്ചവടവും കാരണം അവർ അതിവേഗം അവിടെ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ട്. ജൂതരിലെ അഷ്കിനാസികൾ കൈറോയിലെ ഡാർബ്, അൽ ബാരിബിറ എന്ന സ്ഥലങ്ങളിലായിരുന്നു, അൽ ബാരിബിറ എന്നാട്ടോ പറയാം, ഈ സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഏറ്റവും അവസാനം ഈജിപ്തിൽ എത്തിയതും അഷ്കിനാസികൾ തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിനെ ബാധിച്ച തീവ്ര ജൂത വിരുദ്ധതയും ഈ ഹോളോകോസ്റ്റ് ഒക്കെ കാരണം അഷ്കിനാസികൾ കൂടുതലായി ഈജിപ്തിലേക്ക് വീണ്ടും കുടിയേറുവാനായിട്ട് തുടങ്ങി. 2021 ശേഷം വളരെയധികം ജൂതർ ഈജിപ്റ്റ് വിട്ട് ഇസ്രായേലിലേക്ക് കുടിയേറുകയുണ്ടായി. 2021 ശേഷമാണ് അവരുടെ എണ്ണം ഏകദേശം ഒരു 100-ൽ താഴെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
19-ാം നൂറ്റാണ്ടിലുണ്ടായ ജൂത ജനസംഖ്യയിലെ വളർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. 19-ാം നൂറ്റാണ്ടില് റബ്ബിനേക്ക് കരേറ്റ് ജൂതന്മാരായിരുന്നു കൂടുതലെന്നും പറഞ്ഞു. ഈ കാലഘട്ടത്തില് കൈറോയില്, അലക്സാണ്ട്രിയയില്, ഇപ്പൊ കൈറോയിലും അലക്സാണ്ട്രിയയിലും മാത്രമായിട്ട് 80,000 ജൂതന്മാരാണ് ഉണ്ടായിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ഒരു തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ 80,000 ജൂതന്മാരെന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയം അവർ എത്ര ശക്തിയായിരുന്നു എന്ന് നമുക്ക് അവിടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈജിപ്തിൽ നിന്നും എന്താ പറയാ, ഈജിപ്തിലെ ഈ രണ്ട് നഗരങ്ങൾ അലക്സാണ്ട്രിയ, കൈറോ, ഇവിടെ കേന്ദ്രീകരിച്ചാണ് ജൂതർ വളരെ ഒരു ശക്തമായിട്ട് തന്നെ വളർന്നിരുന്നത്. ഇവിടെ ജൂതന്മാരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വന്നിരുന്നു 20-ാം നൂറ്റാണ്ടിന് ശേഷം. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 1948 ഇസ്രായേൽ രൂപീകരണവും തുടർന്ന് 1956 വരുന്ന ഒരു സൂയസ് കനാൽ പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ ഗമാൽ അബ്ദുൽ നാസർ അദ്ദേഹം ഈ സൂയസ് കനാൽ ദേശസാൽക്കരിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ബ്രിട്ടീഷ് അധികൃതരായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, US അധികൃതരായിട്ടൊക്കെ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ അതും ഈ ഒരുപാട് ഇസ്രായേലികളല്ല, ഈജിപ്ഷ്യൻ ജൂതന്മാർ ഇസ്രായേലിലോട്ട് കുടിയേറുവാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇസ്രായേൽ അറബ് സംഘർഷങ്ങളാണ് പിന്നീട് വരുന്ന കാരണം. ഈജിപ്തിലെ ജൂത സമൂഹത്തെ പ്രതികൂലമായിട്ടാണ് ഇതൊക്കെ ബാധിക്കുന്നത്. എന്നിരുന്നാലും ഈജിപ്തിലെ തദ്ദേശീയരായ ഈജിപ്ഷ്യൻ ജൂതന്മാർ പിന്നെയും ഈജിപ്തിൽ തുടർന്നു പോരുന്നുണ്ട്. തദ്ദേശീയരായ ജൂതർ പൊതുവെ ഇസ്രയേലിൽ സുരക്ഷിതരായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഭാഷയിലും ആഴത്തിൽ ബന്ധമുള്ളവരും അവരുടെ സംസ്കാരത്തിന് കാര്യമായ രീതിയിൽ, അവരുടേതായ രീതിയിൽ ഈജിപ്ഷ്യൻ ജൂതർ ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട്. ഈജിപ്ഷ്യൻ ജൂതര് ഒരുപാട് പേര് ഇസ്രയേലിലോട്ട് കുടിയേറിയെങ്കിലും ഇന്നും അവര് ഇസ്രയേലിലെ അവരുടെ സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരമായ ഈജിപ്ഷ്യൻ പാരമ്പര്യം അവർ നിലനിർത്തി പോരുന്നുണ്ട്. 1948 പാലസ്തീൻ യുദ്ധം, 1954 ലാവോൺ അഫയർ, 1956 സൂയസ് കനാൽ പ്രതിസന്ധി, ഇവയ്ക്ക് ശേഷം പോലും 75,000-നും 80,000-നും ഇടയിലായിരുന്നു ജൂത ജനസംഖ്യ ഉണ്ടായിരുന്നത്. 2022 ശേഷമാണ് കൈറോയില് ഒരു 3 പേര്, ഈജിപ്തിലെ കൈറോയിൽ 3 പേര്, അലക്സാണ്ട്രിയയിൽ ഒരു 12 പേരൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പൊ അതിന് മുമ്പാണ് വളരെ ശക്തമായ കുടിയേറ്റം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വഴിയാണ് ഇസ്രയേലിലോട്ട് ഉണ്ടായിട്ടുള്ളത്. മേൽപ്പറഞ്ഞ ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ പ്രധാനമായിരുന്ന ഒന്നാണ് 1954 ലാവോൺ അഫയർ എന്നത്. ഈ ഒരു സംഭവത്തോടെയാണ് ഈജിപ്ഷ്യൻ ജൂതന്മാർ പോലും സമൂഹത്തിൽ ഒരു സംശയദൃഷ്ടിയോടെ കാണുന്ന, അല്ലെങ്കിൽ ഒരു കാണപ്പെടുന്ന ഒരു പ്രവണത ഉണ്ടാവുന്നത്. 1954 ഈജിപ്തില് ഇസ്രയേൽ മിലിറ്ററി ഇന്റലിജൻസ് നടപ്പാക്കിയ ഒരു രഹസ്യ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സൂസന്ന. ഇതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്നാണ് പറയാ. അതായത് ഒരു രാജ്യം സ്വന്തം രാജ്യം സ്വന്തം ജനതയ്ക്ക് മേൽ നടത്തുന്ന, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് ചെന്ന് നടത്തുന്ന ഒരു ഓപ്പറേഷനാണത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഈജിപ്ഷ്യൻ, അമേരിക്കൻ, ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള സിവിലിയൻസ് വന്നു പോകുന്ന സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറികൾ, അമേരിക്കൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അപ്പോൾ ഇവിടെ ഇസ്രായേൽ എന്ത് ചെയ്തു, ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് കുറച്ച് ഈജിപ്ഷ്യൻ ജൂതന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ഫോടന വസ്തുക്കൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നില്ല, ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. തുടർന്ന് അധിനിവേശ സൈനികരെ ഈ ഒരു ആക്രമണത്തിന്റെയും അസ്ഥിരതയുടെയും പേര് പറഞ്ഞ് ഈജിപ്തിൽ തന്നെ നിലനിർത്തുകയും കൂടി ഇവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു ഓപ്പറേഷൻ മൂലം ഉണ്ടാകുന്ന പഴി കംപ്ലീറ്റ് മുസ്ലിം ബ്രദർഹുഡ്, ഈജിപ്ഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തീവ്ര ഈജിപ്ഷ്യൻ ദേശീയവാദികൾ എന്നിവരുടെ മേൽ പഴിചാരുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ ഈ ഒരു ഓപ്പറേഷൻ നടന്ന സമയം ആളുകൾ ഒഴിഞ്ഞു പോയ സമയത്തായിരുന്നു. അതായത് ബോംബ് പൊട്ടിയ സമയം ഒന്ന് അവര് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത പ്രകാരം അധികം കാഷ്വാലിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടി ആളുകൾ ഒഴിഞ്ഞു പോണ സമയത്താണ് ഇവർ നടത്തിയത്. ഇതിനിടയിൽ അധികം പേർക്കൊന്നും പരിക്കേൽക്കുന്നില്ല, വളരെ കുറച്ച് പേർക്ക് പരിക്കേൽക്കുന്നുള്ളൂ. ഇവർ ചെയ്ത കാര്യങ്ങളുടെ വിവരങ്ങൾ മിലിറ്ററി ഇന്റലിജൻസിന്റെ ആളുകളിൽ നിന്ന് തന്നെ ഈജിപ്ഷ്യൻ അധികൃതർക്ക് ചോർന്ന് കിട്ടുകയാണ്. ഇതിന് ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ജൂതന്മാരുടേത് പോലെയല്ല, ഈജിപ്ഷ്യൻ ജൂതന്മാർക്ക് ഇസ്രായേലിനോട് എന്ന പോലെ ഈജിപ്തിനോടും ഒരു പ്രതിപത്തി ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ തന്നെ അവരുടെ ടീമിൽ നിന്ന് തന്നെ ആയിരിക്കണം ഇവര് വിവരം ഈജിപ്ഷ്യൻ അധികൃതർക്ക് ചോർന്ന് കിട്ടിയത്. ഓപ്പറേഷൻ പരാജയപ്പെടുവാൻ കാരണം
മെയിൻ കാരണം ഇതായിരുന്നു. തുടർന്ന് 11 പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ പിടിക്കപ്പെട്ട 2 പേര് പക്ഷെ ആത്മഹത്യ ചെയ്തു. 2 പേരെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് തന്നെ വധിക്കുകയും ചെയ്തു. ബാക്കി 2 പേരെ വിചാരണ കഴിഞ്ഞ് വെറുതെ വിടുകയും ബാക്കിയുള്ള 5 പേർക്ക് ജീവപര്യന്തം തടവും ലഭിച്ചു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് ബൈബിൾ കഥയും കാര്യങ്ങളും നോക്കാം. പുരാതന ഈജിപ്തിൽ ഇസ്രായേലിയർ എത്തിയതും തുടർന്ന് മോശ അവരെ അവിടെ നിന്നും മോചിപ്പിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ബൈബിൾ കഥ പറയുന്നത്. അതൊക്കെ ഒരു നീണ്ട കാലഘട്ടമാണ്. ഇതിൽ നമ്മൾ അടിസ്ഥാനമില്ലാത്തതും ചരിത്ര പിൻബലമില്ലാത്തതുമായ കഥകൾ പരമാവധി ഒഴിവാക്കുന്നുണ്ട്. എബ്രായ ബൈബിൾ അനുസരിച്ച് BC 586 യഹൂദ രാജ്യത്തിന്റെ നാശത്തിനും തുടർന്ന് ജൂത ഗവർണർ ആയിരുന്ന ഗദല്യാവിന്റെ വധത്തിന് ശേഷം ധാരാളം യഹൂദന്മാർ ഈജിപ്തിൽ അഭയം തേടുന്നുണ്ട്. ഗദല്യാവിന്റെ നിയമനത്തെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ മോവാബ്, ആമോൻ, എദേം എന്നുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ജൂത ജനത യഹൂദിയയിലേക്ക് വീണ്ടും മടങ്ങിയെത്തി. എന്നിരുന്നാലും താമസിക്കാതെ തന്നെ ഗദല്യാവ് വധിക്കപ്പെട്ടു. ദേശത്ത് അവശേഷിച്ചിരുന്ന മടങ്ങിയെത്തിയ ആൾക്കാരും അവശേഷിച്ചിരുന്നവരും മടങ്ങിയെത്തിയവരൊക്കെ സുരക്ഷയ്ക്കായി വീണ്ടും ഈജിപ്തിലോട്ട് പലായനം ചെയ്യുകയുണ്ടായത്. ഈജിപ്തിൽ അവർ മിഗ്ദോൽ, തഹ്നേസ്, തോഫ്, പത്രോസ്. ഈജിപ്തിൽ മടങ്ങിയെത്തിയവർ ഈജിപ്തിലെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് അവർ വീണ്ടും മാറി താമസിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതായത് മിഗ്ദോല്, നോഫ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തായിട്ട് മാറി താമസിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇനി റോമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ടോളമി രാജവംശത്തിന്റെ കാലത്താണ് പ്രത്യേകിച്ച് അലക്സാണ്ട്രിയക്ക് ചുറ്റും ഒരു ജൂത കുടിയേറ്റക്കാരുടെ ഒരു വലിയൊരു സംഘം തന്നെ കുടിയേറുന്നുണ്ട്. ഈജിപ്തിൽ സ്ഥിരതാമസമാക്കിയവർ അങ്ങനെ ടോളമി രാജവംശകാലത്ത് അവരുടെ പ്രജകളായിരുന്ന ജൂതരുടെ ചരിത്രം ഏതാണ്ട് പൂർണ്ണമായും അലക്സാണ്ട്രിയയിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന രീതിയിലായിരുന്നു. അലക്സാണ്ട്രിയ കേന്ദ്രീകരിച്ചെങ്കിലും തൊട്ടടുത്തുള്ള കാഫ്രഡ്, ദാവർ പോലുള്ള സ്ഥലങ്ങളിൽ പുതിയ ജൂത സമൂഹങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്ഷ്യൻ പട്ടണങ്ങളിലും നഗരങ്ങളിലും ജൂതരുടെ വ്യാപകമായൊരു കുടിയേറ്റം തന്നെ ഉണ്ടാവുന്നുണ്ട്. ജോസിഫാസിന്റെ ചരിത്രത്തിൽ തന്നെ ടോളമി 1 സോട്ടർ ജൂത പിടിച്ചടക്കിയതിനു ശേഷം ജൂത ജെറുസലേം, സമരിയ, ഗരീസിം പർവ്വതം എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം 1,20,000 ജൂത തടവുകാരെ അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരോടൊപ്പം ടോളമിയുടെ പെരുമാറ്റത്തിൽ ആകൃഷ്ടരായിട്ട്, കാരണം ടോളമി അവിടെ കൊടുക്കുന്നത് ഫലഭൂഷ്ടമായ മണ്ണും കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ആകൃഷ്ടരായിട്ട് ഒരുപാട് ജൂതർ വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് 1,20,000 പേരെ കൊണ്ടുവന്ന് കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടേക്ക് കുടിയേറുകയുണ്ടായി. ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു അവിടെ അവരെ സ്വാധീനിച്ച കാര്യങ്ങളിലൊന്ന്. ടോളമിക്കും ബെറീനീസിനും വേണ്ടി ജൂതന്മാർ ഒരു സിനഗോഗ് സമർപ്പിച്ചതായി സൂചിപ്പിക്കുന്ന ഒരു രേഖ 19-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിലെ ഒരു ഉത്ഖനനത്തിൽ കണ്ടെടുത്തിട്ടുണ്ട്. അലക്സാണ്ട്രിയയിലെ ജൂതരുടെ ചരിത്രം BC 332 മഹാനായ അലക്സാണ്ടർ നഗരം സ്ഥാപിച്ചത് മുതലാണ് അവിടെ ആരംഭിക്കുന്നത്. നമുക്കിനി കുറച്ച് ചരിത്രത്തിലോട്ട് പോവാം. റോമൻ അധിനിവേശ കാലത്ത് നെയിൽ നദിയുടെ പടിഞ്ഞാറ് തീരത്തുള്ള ഓക്സറിഞ്ചാസ് എന്നും ഇപ്പോൾ ബെഹന്നസ എന്ന ഭാഗത്ത് ശക്തരായ ഒരു ജൂത സമൂഹം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവർ ക്രിസ്ത്യാനിയായി മാറി, പിന്നീട് മുസ്ലിങ്ങളായി മാറുന്നുണ്ട്. AD 115-117 കാലഘട്ടത്തിൽ റോമിന്റെ ആക്രമണത്തിൽ ഈജിപ്തിലെയും സമീപ പ്രദേശത്തെയും ജൂതന്മാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നുണ്ട്. AD 300-കൾക്ക് ശേഷമാണ് ജൂത സമൂഹം വീണ്ടും ഈജിപ്തിൽ ഉദയം കൊള്ളുന്നത്. AD 291 ഓക്സറഞ്ചസിൽ നിന്നും ലഭിച്ച ഒരു പാപ്പറിസ് രേഖ പ്രകാരം അവിടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിലെ പുരോഹിതർ പാലസ്തീനിൽ നിന്നും വന്നതാണെന്നും കൂടി ഈ ഒരു ലിഖിതത്തിലായിട്ടുണ്ട്. തുടർന്ന് വരുന്ന കാലഘട്ടത്തിൽ സിറിയ, പാലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്നും ഗണ്യമായ കുടിയേറ്റമാണ് വീണ്ടും ഈജിപ്തിലോട്ട് ഉണ്ടാവുന്നത്. 414-415 കാലഘട്ടത്തിൽ ജൂതർക്ക് ലഭിച്ച ഒരു തിരിച്ചടിയായിരുന്നു ബൈസന്റൈൻ സാമ്രാജ്യത്വ കാലത്ത് ലഭിച്ചത്. ക്രിസ്തുമതത്തിന്റെ ഉയർച്ചയോടുകൂടി ചെറിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജൂതരും സംഘടിതമായി ചേർത്ത് നിൽക്കുന്നുണ്ട്. തുടർന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളിൽ നിന്നും വളരെ ശക്തമായ എതിർപ്പുകളാണ് ജൂതർക്ക് നേരിടേണ്ടി വരുന്നത്. തുടർന്ന് ജൂതരുടെ നേതൃത്വത്തിലും കൂട്ടക്കൊലകളും അരങ്ങേറുന്നുണ്ട്. ഇതോടെ ധാരാളം ജൂതരെ അലക്സാണ്ട്രിയയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അപ്പോൾ ഈജിപ്ത്, സിറിയ, പാലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്നുമായി ഏകദേശം 10 ലക്ഷം ജൂതന്മാരെയാണ് നിർബന്ധിത ഒരു പുറത്താക്കൽ വിധേയമാക്കപ്പെട്ടത്.
അതിനുശേഷം ഈജിപ്റ്റ് കീഴടക്കിയ മുസ്ലിങ്ങൾക്ക് ജൂതരുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിന് കാരണം അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കായ സൈറസിൽ നിന്നുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണത്തിൽ ഈ ജൂതരും ജൂത ക്രിസ്ത്യാനികളും ജൂത പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണ് ജൂത ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പോരാത്തതിന് ക്രിസ്ത്യാനിലെ ഒരു വിഭാഗങ്ങളും ഒരുപാട് അസ്വസ്ഥരായിരുന്നു. 641 നവംബറിൽ ഒപ്പുവെച്ച അലക്സാണ്ട്രിയ ഉടമ്പടി അറബ് ഈജിപ്റ്റ് കീഴടക്കുന്നത് ജൂതർക്കും ജൂത ക്രിസ്ത്യാനികൾക്കും സ്വതന്ത്രരായി അവരുടെ മതം പിന്തുടരാനുള്ള അവകാശം ലഭിക്കുന്നുണ്ട്. 641 അറബികൾ അലക്സാണ്ട്രിയ കീഴടക്കുന്നത്. അപ്പൊ അവിടെ വെച്ചൊരു ഉടമ്പടിയാണ് ഈ അലക്സാണ്ട്രിയ ഉടമ്പടി എന്ന് പറയുന്നത്. അതിൽ അറബ് കമാൻഡർ ആയിരുന്ന അമ്ര ഇബ്നു അൽ ആസ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് അയച്ച കത്തില് അലക്സാണ്ട്രിയയിൽ 40,000 ജൂതർ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1517 1914 വരെ ഓട്ടോമൻ ഭരണകാലഘട്ടമാണ്. 1517 ജനുവരി 22 ഓട്ടോമൻ സുൽത്താൻ സലീം ഒന്നാമൻ മാമലിക്കുകളിൽ അവസാനത്തെ ഒരു ഭരണാധികാരിയായിരുന്നു ടുമാൻബെ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നു. തുടർന്ന് അദ്ദേഹം ജൂത സമൂഹത്തിന്റെ ഭരണത്തിൽ ഈ സലീം മാറ്റങ്ങൾ വരുത്തുകയാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന സലീം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓരോ സമൂഹത്തെയും മറ്റുള്ള കെട്ടുപാടുകളിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. അതോടുകൂടി അവർ ഒരു സ്വതന്ത്ര സമൂഹമായി മാറ്റപ്പെടുന്നു. തുടർന്ന് ഡേവിഡ് ബെൻ സോളമനെ ഇറോയുടെ തലവനാക്കി നിയമിക്കുകയാണ്. സലീമിന്റെ പിൻഗാമിയായിരുന്ന സുലൈമാൻ മാഗ്നിഫിഷ്യന്റെ ഭരണകാലത്താണ് ഈജിപ്തിലെ വൈസ്രോയി ആയിരുന്ന അഹമ്മദ് പാഷ ജൂതരോട് വീണ്ടും പ്രതികാരം ചെയ്തു തുടങ്ങുന്നത്. 1524 ഡിക്കാസ്ട്രോ ഒരു സ്വാതന്ത്ര്യ പദ്ധതി സുൽത്താന് മുന്നിൽ വെക്കുന്നുണ്ട്. 1648 1657 കാലഘട്ടങ്ങളിൽ പോളണ്ടിലെ കിമെൽനിറ്റ്സ്കി പ്രക്ഷോഭം പ്രാദേശിക ജൂതന്മാരെ ഒരുപാട് പേര് അവിടെ നിന്നും കുടിയേറി ഈജിപ്തിലോട്ട് വരുവാനായിട്ട് കാരണമായിട്ടുണ്ട്. ഈജിപ്തിലോട്ട് മാത്രമല്ല, ഓട്ടോമൻ സാമ്രാജ്യം നിലനിന്ന ഒരുപാട് സ്ഥലങ്ങളിലോട്ട് അവർ കുടിയേറുന്നുണ്ട്. 1656 മുതൽ ബനശബി ഇസ്രയേൽ പറയുന്നതനുസരിച്ച് ഈജിപ്തിലെ വൈസ്രോയുടെ ട്രഷറർ ഒരു ജൂതനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പ്രസിദ്ധമായ ഒരു പേരെന്ന് പറഞ്ഞാൽ യാക്കൂബ് സാനുവിന്റെയാണ്. തീവ്ര ദേശീയവാദിയായിരുന്ന ഈജിപ്ഷ്യൻ ജൂതനും കൂടി ആയിരുന്നു യാക്കൂബ് സാനു. ബ്രിട്ടീഷുകാരെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീവ്ര ദേശീയവാദ പ്രസ്ഥാനമായിരുന്ന അവരുടെ പ്രസിദ്ധീകരണമായിരുന്ന അബൂനദ്ദാര അസ്രഫ്രം ഇത് പ്രവാസത്തിൽ നിന്നും ഇവരുടെ പ്രസിദ്ധീകരണമായിരുന്നു അബൂനദ്ദാര. അത് പ്രവാസത്തിൽ നിന്നും അദ്ദേഹം എഡിറ്റ് ചെയ്തിരുന്നു. ഈജിപ്ഷ്യൻ അറബിയിൽ എഴുതിയ ആദ്യത്തെ മാസികകളിൽ ഒന്നായിരുന്നു അബൂനദ്ദാര. ഇതിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാരെയും അവരുടെ കളിപ്പാവയായിരുന്ന മുഹമ്മദ് അലി രാജവംശത്തെ ഒരുപാട് പരിഹസിക്കുകയും അദ്ദേഹത്തെ നിശിദ്ധമായി വിമർശിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. 1948 ഇസ്രയേൽ സ്ഥാപിക്കുന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഈജിപ്തിൽ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, ലാവോൺ അഫെയർ കൊണ്ട് കഴിഞ്ഞതോടുകൂടി നൂറുകണക്കിന് ജൂതന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചിലവരെ കുറ്റം ചുമത്താതെ തടങ്കലിൽ വെക്കുകയും പോലും ചെയ്യുന്നുണ്ട്. അവരെ കൂടുതലായിട്ട് പാർപ്പിച്ചിരുന്നത് ഈ ജൂതന്മാരുടെ സ്കൂളുകളിലാണ് കൂടുതലായിട്ട് പാർപ്പിച്ചിരുന്നത്. ഇവരെ എന്താ പറയാ, പൗരത്വം, നമുക്കിപ്പോൾ ഒരു രാജ്യത്ത് പൗരത്വം ഉണ്ടെങ്കിൽ ഒരുപാട് അവകാശങ്ങളുണ്ടല്ലോ, ഈ അവകാശങ്ങളെല്ലാം തന്നെ ജൂതർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു ലാവോൺ അഫെയർ കാരണം മാത്രം ഈജിപ്ഷ്യൻ ജൂതന്മാര് ഒരു അന്യരാജ്യത്തു നിന്ന് വന്ന ജൂതന്മാരെ പോലെ പരിഗണിക്കപ്പെട്ടിരുന്നു. ഇത് ഈജിപ്തിൽ നിന്ന് ജൂതരെ നിർബന്ധിതമായി ഒരുപാട് ജൂതരെ പുറത്താക്കുന്നതിന് കാരണമായിട്ടുണ്ട്. 1956 ശേഷം കത്താവികളെ പോലെ പ്രമുഖ കുടുംബങ്ങൾക്ക്, കത്താവി എന്ന് പറഞ്ഞ പ്രമുഖ ജൂത കുടുംബമാണ്, ഇവർക്ക് ഈജിപ്തിൽ ഈ തുടരാൻ കഴിയുമെങ്കിൽ തന്നെ അവർക്ക് തുടരാൻ കഴിയും. പക്ഷെ ഒരുവിധം അവകാശങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ പറയാ, അവർക്ക് ലഭിച്ചിരുന്ന ഒരു സാമൂഹിക സ്വാധീനം, സാമൂഹിക നീതിയുടെ ഒരു ഭാഗം മാത്രമായി ചുരുങ്ങി, 100-ൽ 1 ഭാഗം മാത്രമായി ചുരുങ്ങി. ഇപ്പോൾ പറയുന്ന കത്താവി പോലുള്ള ജൂതന്മാര് അറബ് ഈജിപ്ഷ്യൻ ദേശീയത സ്ഥാപിക്കുന്നതിനെ പൂർണ്ണമായി പിന്തുണച്ചൊരു ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ എതിർത്തൊരു ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. ജൂത ജനസംഖ്യയിലെ ഈ സാമൂഹിക ഒരു വരേണ്യവർഗം തന്നെ പറയാം ഈ ഖത്താവികളെ. ഈജിപ്ഷ്യൻ ഭരണകൂടത്തിൽ ഇവർക്ക് മൊത്തം സ്ഥാനമില്ലാതെ മാറുകയാണ് ഉണ്ടായത്. 1956 മുതൽ 70 വരെ നാസർ ഭരണകൂടത്തിന് കീഴിൽ ഈജിപ്തിലെ സൈനിക സർക്കാരും അതിന്റെ ഏജന്റുമാരും ഈ ജൂത ജനസംഖ്യയെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നു. അതിനുവേണ്ട നടപടികളും കാര്യങ്ങളൊക്കെ അവർ നടപ്പാക്കിയിരുന്നു. ഒരുവിധം ചെറിയ സംശയം പോലും തോന്നിക്കഴിഞ്ഞാൽ പോലീസ് തടങ്കലിൽ വെക്കലും സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യലും തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കൈറോയിലെയും അലക്സാണ്ട്രിയയിലും ജൂത കുടുംബങ്ങളെ ദീർഘകാലത്തേക്ക് അവരുടെ വീടുകളിൽ, അതായത് നമ്മുടെ
എന്താ പറയുക ഹൗസ് അറസ്റ്റ് എന്ന് പറയില്ലേ, വീട്ടിൽ തന്നെ തടവിൽ പാർപ്പിച്ചിരുന്നു. പലപ്പോഴും അവർക്ക് ആവശ്യമുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ തടയപ്പെട്ടിരുന്നു. ഭക്ഷണം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ജൂത ജൂത കുടിയാന്മാരായിട്ടുണ്ടായിരുന്നു. അവരെ നിയന്ത്രിക്കാനായിട്ട് പോലീസിനെയാണ് അധികാരപ്പെടുത്തിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് ഒരു തുറന്ന ജയിലിൽ അകപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഈ ലാവോൺ അഫെയറിന് ശേഷം ഈജിപ്ഷ്യൻ ജൂതന്മാർ നേരിട്ടിരുന്നത്. ഇതിൽ രണ്ട് തിയറിയും കൂടി ഉണ്ട്. ഒന്ന്, ഈജിപ്തിൽ നിന്നും മടങ്ങി വരാൻ തയ്യാറാവാതിരുന്ന ജൂതർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്തി ഇസ്രയേൽ ഈജിപ്ഷ്യൻ ജൂതന്മാരെ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റുകയായിരുന്നു കൂടി ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിയുമ്പോൾ അതിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ രാജ്യത്തെ ഭരണകൂടം തീർച്ചയായും അവരെ വളരെ മോശമായ രീതിയിൽ തന്നെ പരിഗണിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മതസമൂഹം കാരണമാണെന്ന് അറിയുമ്പോൾ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് പോലെ തന്നെയാണ് അന്ന് ഈജിപ്ഷ്യൻ ജൂതന്മാർക്ക് നേരിട്ടിരുന്നത്. 1957 ഫെബ്രുവരി 4 ഈ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും കൂടി അടിയന്തര പ്രശ്നമായിട്ട് ഉയർന്നു വരുന്നത് ഈജിപ്തിലെ അഭയാർത്ഥികളുടെ പ്രശ്നമാണ്. ഈജിപ്തിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അവരുടെ ഗവൺമെന്റിന്റെ ഒരു സംരക്ഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അഭയാർത്ഥികൾ എന്ന് വെച്ചാൽ ഇസ്രായേലിലോട്ട് പോകുന്നവരാണ്. ഈജിപ്തിലെ അവസാനത്തെ ചീഫ് റബ്ബി ഹൈ മൂസ ഡൂക്ക് ആയിരുന്നു. അദ്ദേഹം 1960 മുതൽ 72 വരെ ഈജിപ്റ്റ് വിടുന്നത് വരെ, 72-നാണ് അദ്ദേഹം ഈജിപ്റ്റ് വിടുന്നത്, അതുവരെ അദ്ദേഹം അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു. 67 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം കൂടുതലായിട്ട് ഈജിപ്തിലെ ജൂതന്മാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടലുകൾ നടക്കുന്നുണ്ട്. അക്കാലത്ത് കൈറോയിൽ താമസിച്ചിരുന്ന റാമി മങ്കൂബി പറയുന്നത് 17-നും 60-നും ഇടയിൽ പ്രായമുള്ള മിക്കവാറും എല്ലാ ഈജിപ്ഷ്യൻ ജൂത പുരുഷന്മാരെയും ഉടനടി രാജ്യത്തിന് പുറത്താക്കുകയോ അബു സബാലിന്റെ തുറയിലേക്ക്, അതായത് അബു സബാലിന്റെ തടങ്കൽ കേന്ദ്രമാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആ ഒരു കേന്ദ്രങ്ങളിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ 3 വർഷത്തിലേറെയാണ് തടവിലാക്കുന്നത്. ഈജിപ്തിലെ 3000 വർഷം പഴക്കമുള്ള ജൂത സമൂഹത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതായിരുന്നു ഇതുമൂലമുണ്ടായ കാരണങ്ങൾ. ബഹുഭൂരിപക്ഷ ജൂതന്മാരും രാജ്യം വിടുന്നുണ്ട്. മിക്ക ഈജിപ്ഷ്യൻ ജൂതന്മാരും ഇസ്രായേലിലേക്ക്, ഏകദേശം ഗവൺമെന്റ് കണക്ക് പ്രകാരം തന്നെ 35,000 ജൂതന്മാർ ഇസ്രായേലിലേക്കും 15,000 ജൂതന്മാർ ബ്രസീലിലേക്കും പോയി. ഫ്രാൻസിലോട്ട് 10,000 പേരും US-ലോട്ട് 9,000 പേരും അർജന്റീനയിലേക്ക് 9,000 പേരും പോകുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് കണക്കാണ്. ഇതിൽ കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. എന്താ പറയുക, ഒഫീഷ്യലി പോയ ആൾക്കാരുടെ കണക്ക് മാത്രമാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത്. അല്ലാതെ പോയ ആൾക്കാരുടെ കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ UN അഭയാർത്ഥികൾക്കായുള്ള ഹൈ കമ്മീഷണറുടെ ഓഫീസിലെ ഡോക്ടർ ജാൻ ജെറുസലേം പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു കത്തിൽ പറയുന്നുണ്ട്, സമീപകാല സംഭവങ്ങളുടെ ഫലമായി മിഡിൽ ഈസ്റ്റേൺ, വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ കുറിച്ചുള്ള സമീപകാല ചർച്ച പരാമർശിച്ചുകൊണ്ടാണ് അതായത് ഈ ഓഫീസിന്റെ പരിധിയിൽ വരുന്നവരെ പരിഗണിക്കാൻ സാധിക്കൂ എന്ന് ഉൾപ്പെടെ അവർ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തമായൊരു നടപടിയാണ് ഈജിപ്തിലെ സർക്കാരിൽ നിന്നും ഈജിപ്ഷ്യൻ ജൂതന്മാർ നേരിട്ടിരുന്നത്. ഈജിപ്തിലെ അവസാനത്തെ ഒരു ജൂത വിവാഹം നടക്കുന്നത് 1984-ലാണ്. 2009 ആന്റി ഡിഫേമേഷൻ ലീഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെമറ്റിക് വിരുദ്ധ വികാരങ്ങളും ഇസ്രായേൽ വിരുദ്ധ വികാരങ്ങളും ഒക്കെ കൂടി വരുന്നുണ്ട്. ഇസ്രയേലും സൈനസവും ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനും ദുർബലപ്പെടുത്തുന്നതിനുമുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി മിക്കപ്പോഴും ഇവർ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ എന്തായാലും അവരെന്തായാലും വിടാൻ പോണില്ല. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കോൺസിക്വൻസസ് എല്ലാം അവർ നേരിട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ പഴയ കൈറോയിലെ ഒരു ഭാഗത്ത് ഒരു പ്രാദേശികമായി നിർമ്മിച്ച ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. 2009 ഈജിപ്ഷ്യൻ സർക്കാർ അത് പുതുക്കി പണിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുപ്രീം കൗൺസിൽ ഓഫ് ആന്റി ക്വീറ്റിസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാഹി ഹവാസ് പറഞ്ഞത്, ജൂത സിനഗോഗുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈജിപ്ഷ്യൻ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഈജിപ്തിന് നഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ജൂത ജനസംഖ്യ കുറയുന്നത് വീണ്ടും തുടർന്നിരുന്നു. എന്നിരുന്നാൽ പോലും 2009 അവർ ആ സിനഗോഗ് പുനർനിർമ്മിച്ചു. ഇതിൽ തന്നെ 2017 ആകുമ്പോഴത്തേനും കൈറോയിൽ 18, അലക്സാൻഡ്രിയയിൽ 12 ആയിട്ട് ജൂതന്മാർ വീണ്ടും കുറയുന്നുണ്ട്. 2018 ഏകദേശം 10 ജൂതന്മാരായിരുന്നു ജൂത ജനസംഖ്യ. ഇതെല്ലാം ഗവൺമെന്റ് കണക്കാണ് കേട്ടോ. ഗവൺമെന്റ് കണക്കല്ലാത്തതുണ്ട്. 2019 ഈജിപ്തിലെ 3 ജൂതന്മാർ സ്പാനിഷ് പൗരത്വത്തിന് അപേക്ഷിച്ചിരുന്നു. ഏപ്രിൽ സമൂഹത്തിന്റെ അവസാനത്തെ അംഗങ്ങളിൽ ഒരാളായ ആൽബർട്ട് ആരി, 90 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം 90 വയസ്സുള്ളപ്പോൾ തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ട്.
അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് മരിച്ചത്. ഒരു ഈജിപ്ഷ്യൻ മുസ്ലിം സ്ത്രീ അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മുസ്ലിമാക്കി തന്നെയാണ് അടക്കം ചെയ്യുന്നത്. ഈജിപ്തിൽ ശേഷിക്കുന്ന 4 ജൂതന്മാരിൽ ഒരാളായ അലക്സാൻഡ്രിയയിലെ റബ് യോസെഫ് ബെൻ ഗാവോൺ 2021 നവംബറിലാണ് അദ്ദേഹം മരിക്കുന്നത്. 2022 ഈജിപ്തിൽ 22 ജൂതന്മാരുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതും ഗവൺമെന്റ് കണക്കാണ്. 2022 മാർച്ചിൽ കൈറോയിൽ ജൂതന്മാരുടെ ആർക്കൈവുകളുടെ ഒരു ഭാഗം ഈജിപ്ഷ്യൻ സർക്കാർ കണ്ടുകെട്ടുന്നുണ്ട്. 2022 ഡിസംബർ വരെ ഈജിപ്തിൽ 3 ജൂതന്മാർ മാത്രമേ ഒഫീഷ്യലി താമസിക്കുന്നുള്ളൂ. എല്ലാവരും അതിൽ സ്ത്രീകളാണ്. അവരിൽ ഏറ്റവും ഒരു പ്രായം കുറഞ്ഞത് മഗ്ദ ഹാരൂൺ. അത് 1952 ജനിച്ചത്. ഒരു കമ്മ്യൂണിറ്റി നേതാവും കൂടിയാണ് അവർ. ഒരു സയനിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ. ഒരു കത്തോലിക്കിനെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. അവരുടെ 2 പെൺമക്കൾ ഈജിപ്തിൽ ഈജിപ്തിൽ താമസിക്കുന്നില്ല. 2 പെൺമക്കളാണുള്ളത്. അവർ ഈജിപ്തിലല്ല താമസിക്കുന്നത്. സമൂഹത്തിൽ തന്നെ വളരെയേറെ ഒരു മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് സർവീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ഏറ്റവും ഇളയ അംഗങ്ങളിൽ ഒരാളായ അവരുടെ സഹോദരിയായിരുന്ന നാദിയ 2014 മരിക്കുന്നുണ്ട്. 2020 അലക്സാൻഡ്രിയയിലെ ഏലിയാഹു ഹനവി സിനഗോഗ് വീണ്ടും പുനഃസ്ഥാപിക്കുന്നുണ്ട്. 2009 ഒരു സിനഗോഗും 2020 വേറൊരു സിനഗോഗും. 2022 ഏപ്രിലിൽ ഈജിപ്തിന്റെ ക്ഷയിച്ചു വരുന്ന ജൂത പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ബെൻ എസ്ര സിനഗോഗിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അപ്പൊ 2009, 2020, 2022 കാലഘട്ടത്തിലാണ് ഇങ്ങനെ സിനഗോഗുകൾ പുനർനിർമ്മിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഈജിപ്ഷ്യൻ ചരിത്രത്തിന്റെ ഒരു ഭാഗമായതിന്റെ പേരിൽ ഇനി അവരെ നോക്കിയില്ലെങ്കിൽ സ്വന്തം ചരിത്രം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതിന്റെ പേരിലാണ് ഈജിപ്ഷ്യൻ സർക്കാർ വീണ്ടും അതിന് പുറപ്പെട്ടിരിക്കുന്നത്. നിലവിൽ നമ്മൾ ഈ ജൂതന്മാരുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്കവാറും കാര്യങ്ങൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ചില അക്ഷരങ്ങൾ പറയുമ്പോൾ അക്ഷര തെറ്റുകൾ വന്നിട്ടുണ്ട്. കാരണം ഭാഷ വേറെ ആയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാവാതെ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.